യുകെയിലെ ലങ്കാഷെയർ പ്രസിഡന്റിൽ താമസിക്കുന്ന മലപ്പുറം സ്വദേശിയായ 30-കാരി റഫിയ ഷിറിൻ അപൂർവമായ രക്തസംബന്ധമായ രോഗത്തോട് പൊരുതുകയാണ്. അസ്ഥിമജ്ജ പുതിയ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന എപ്ലാസ്റ്റിക് അനീമിയ എന്ന ജീവന ഭീഷണിയായ അവസ്ഥയിലാണ് ഈ മലയാളി യുവതി. അനുയോജ്യമായ സ്റ്റെം സെൽ ദാതാവിനെ കണ്ടെത്തുകയാണ് റഫിയയുടെ ജീവൻ തിരിച്ചുകിട്ടാനുള്ള ഒരേയൊരു മാർഗം. 2019 ഉന്നത പഠനാർത്ഥം ബ്രിട്ടനിലെത്തിയ റഫിയയ്ക്ക് കഴിഞ്ഞ ജൂണിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഈജിപ്തിലേക്കും സെർബിയയിലേക്കും നടത്തിയ വിനോദയാത്രക്കിടെയാണ് അപ്രതീക്ഷിതമായി ഭക്ഷ്യവിഷബാധയേക്കുന്നത്. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടും കടുത്ത ക്ഷീണം, തലകറക്കം, വാദസംബന്ധമായ വേദനകൾ, ഛർദി, വയറിളക്കം എന്നിവ അടങ്ങാത്ത ദുരിതമായി തുടർന്നു. തുടക്കത്തിൽ സാധാരണ ഭക്ഷ്യവിഷബാധയുടെ പ്രശ്നങ്ങൾ മാത്രമാണെന്ന് കരുതുകയും ഡോക്ടർമാരുടെ ഉപദേശം തേടുകയും ചെയ്തെങ്കിലും ആശുപത്രി ചികിത്സ ആവശ്യമില്ലെന്ന നിലപാടാണ് ലഭിച്ചത്. ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായതിനെ തുടർന്ന് നടത്തിയ വിശദമായ രക്തപരിശോധനയിലാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തുവന്നത്. പരിശോധനാ ഫലം കണ്ട ഡോക്ടർമാർ തൊട്ടടുത്ത ദിവസം തന്നെ റഫിയയോട് അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ രക്തം മാറ്റിവെക്കൽ പ്രക്രിയയ്ക്ക് വിധേയയാക്കുകയായിരുന്നു. ഭക്ഷ്യവിഷബാധ മൂലം നടത്തിയ പരിശോധന മാത്രമാണ് ഈ അപൂർവ രോഗത്തെ ഇത്രയും നേരത്തെ തിരിച്ചറിയാൻ സഹായിച്ചതെന്ന് റഫിയ ഓർക്കുന്നു. നിലവിൽ ആഴ്ചയിൽ 2 തവണ രക്തം മാറ്റിവെച്ചാണ് റഫിയയുടെ ജീവൻ നിലനിർത്തി പോരുന്നത്. രോഗനിർണയം തുടക്കത്തിൽ വൻ ആഘാതമുണ്ടാക്കിയെങ്കിലും റഫിയ തന്റെ മനോധൈര്യം കൈവിട്ടില്ല. രോഗത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്താനും കൂടുതൽ ആളുകളെ സ്റ്റെം സെൽ രജിസ്ട്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് യുവതി ഇപ്പോൾ. ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ദാതാക്കളെ കണ്ടെത്താൻ ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. യുകെയിലെ ഏറ്റവും വലിയ ഡാറ്റാബേസ് ശൃംഖലയായ DKMS യുകെയുടെ വിവരങ്ങൾ അനുസരിച്ച് 2000-ഓളം ആളുകളാണ് യുകെയിൽ മാത്രം ജീവൻ രക്ഷിക്കാനുള്ള ദാതാക്കൾക്കായി കാത്തിരിക്കുന്നത്. എന്നാൽ അവിടെയുള്ള അർഹരായ ജനസംഖ്യയുടെ കേവലം 7% മാത്രമാണ് നിലവിൽ സ്റ്റെം സെൽ രജിസ്റ്റർ അതിൽ പേര് ചേർത്തിട്ടുള്ളത്. ദക്ഷിണേഷ്യൻ വംശജയായ റഫിയെ പോലുള്ളവർക്ക് അനുയോജ്യരായ ദാതാക്കളെ കണ്ടെത്തുക എന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെയും സമാനമായ അവസ്ഥയിലുള്ള മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്കാനായി റഫിയയുടെ കുടുംബത്തോടൊപ്പം ജന്മനാടും ഇപ്പോൾ കൈകോർക്കുകയാണ്. മലപ്പുറം മഞ്ചേരിയിൽ ഇവർക്കായി പ്രത്യേക സ്റ്റെം സെൽ രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 15-ന് മഞ്ചേരി യതീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. DKMS വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് ലഭ്യമാകുന്ന സ്വാബ് കിറ്റ് ഉപയോഗിച്ച് ആർക്കും വളരെ ലളിതമായി ഈ പ്രക്രിയയുടെ ഭാഗമാകാൻ സാധിക്കും. കൃത്യമായ മാച്ച് ലഭിക്കുകയാണെങ്കിൽ അവരുടെ ജീവൻ കണ്ടെത്താനുള്ള വലിയൊരു അവസരമാണ് ഇതിലൂടെ തുറന്നു കിട്ടുന്നത്. ചെറുപ്പക്കാലം തൊട്ടേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു മലപ്പുറം സ്വദേശിയും റഫിയ ഷിറിൻ. ഗ്രീൻ പാലിയേറ്റീവ് ഉൾപ്പെടെ നിരവധി സന്നദ്ധ സംഘടനകളുടെ നന്മയുടെ വഴികൾ സജീവമായിരുന്ന ഇവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷനുകൾ നൽകിയും സാമൂഹിക സേവന രംഗത്ത് മാതൃകയായിരുന്നു. മുൻപ് മറ്റുള്ളവർക്ക് തണലായി മലയാളി പെൺകുട്ടി ഇന്ന് ജീവനായി കാത്തിരിക്കുമ്പോൾ ദാതാക്കളായി മുന്നോട്ട് വരാൻ ഓരോരുത്തരും അഭ്യർത്ഥിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും.